കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ BAeconomicsൻ്റെ കോംപ്ലിമെൻ്ററി കോഴ്സായിട്ടുള്ള തേർഡ് സെമസ്റ്ററിലെ പൊളിറ്റിക്കൽ സയൻസ് ഐഡിയാസ് ആൻഡ് കൺസെപ്റ്റ്സ് ആൻഡ് ഐഡിയോളജീസ് എന്ന് പറയുന്ന സബ്ജക്റ്റാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതിലാകെ 5 മൊഡ്യൂൾസാണ് ഉള്ളത്. അതിലെ 5ാമത്തെ മൊഡ്യൂളായിട്ടുള്ള ഡെമോക്രസി ആൻഡ് പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയുന്ന ആ മൊഡ്യൂളാണ് ഇന്ന് നമ്മൾ പ്രധാനമായും ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ മെയിനായിട്ട് വരുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് ഡെമോക്രസി, മീനിങ് ആൻഡ് പോസ്റ്റ് വീറ്റ്സ്, കണ്ടീഷൻസ് ഫോർ ദി സക്സസ് ഓഫ് ഡെമോക്രസി, ഡയറക്റ്റ് ഡെമോക്രാറ്റിക് ഡിവൈസസ്, റെഫറൻഡം, ഇനീഷ്യേറ്റീവ്, പ്ലെബിസൈഡ്, റീകോൾ. പിന്നീട് വരുന്നത് പബ്ലിക് ഒപ്പീനിയൻ, ഏജൻസ് ഓഫ് പബ്ലിക് ഒപ്പീനിയൻ, റോൾ ഓഫ് പബ്ലിക് ഒപ്പീനിയൻ ഇൻ ഡെമോക്രസി. നമ്മൾ മുൻപുള്ള ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടി നമ്മൾ ഈ ഡെമോക്രസി ആൻഡ് പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് എന്താണെന്ന് നോക്കാം. ആദ്യം എന്ന് പറയുന്നത് ഡെമോക്രസിയുടെ ഒരു ഒറിജിൻ അല്ലെങ്കിൽ ഹിസ്റ്ററി എന്നൊക്കെ പറയാം. ദ ഒറിജിൻ ഓഫ് ദിസ് ഡോക്ട്രിൻ ഈസ് ടു ബി ഫൗണ്ട് ഇൻ ദ ഏർലി ഗ്രീക്ക് ആൻഡ് റോമൻ റിപ്പബ്ലിക്സ്. Their government may be said to have rested on this principle. Democracy in its direct form was known to be the ancient Greeks. In ancient Greece, it was found only in the city-states and restricted only to the citizens. Particularly when powerful imperial rulers arose, democracy could not flourish in ancient Indian states. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെമോക്രസിയുടെ ജനാധിപത്യത്തിൻ്റെ ഒരു ചരിത്രത്തെ തന്നെയാണ്. അപ്പോൾ ചെറിയൊരു ചരിത്രമായിട്ട് പറയുന്നത് ഗ്രീക്ക് റോമൻസ് സിറ്റീസിലാണ് ഇത് മെയിനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ഡെമോക്രസിയുടെ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് എല്ലാം അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഡയറക്റ്റ് ഡെമോക്രസി ആയിരുന്നു അവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. സിറ്റിസൺസിന് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള സിറ്റിസൺസാണ് അതിൻ്റെ പാർട്ടായിട്ടിരുന്നത്. പിന്നെ ഇമ്പീരിയൽ റൂളേഴ്സ്, അതായത് ഇന്ത്യയെ സംബന്ധിച്ച് നമുക്ക് ഇവിടെ ഡെമോക്രസിയുടെ കാര്യങ്ങളൊന്നും ആ സിസ്റ്റം കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ബിക്കോസ് ഇമ്പീരിയൽ റൂളേഴ്സ് അറോസ് ഡെമോക്രസി കുഡ് നോട്ട് ഫ്ലറിഷ് ഇൻ ആൻഷ്യൻ ഇന്ത്യൻ സ്റ്റേറ്റ്സ്. പവർഫുൾ ആയിട്ടുള്ള ഇമ്പീരിയൽ റൂളേഴ്സ് ഉള്ളതുകൊണ്ട് ഡെമോക്രസീനെ ഒന്നും നമുക്ക് ഇവിടെ അതിൻ്റെ സിസ്റ്റം ഒന്നും കൊണ്ടുവരാൻ വേണ്ടി പറ്റിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഇനി നോക്കാൻ പോകുന്നത് The word democracy is derived from the Greek word demos and kratos. Demos means all citizens living within a particular city-states. Kratos means the power or rule. Democracy is a form of government and at the same time it is a way of life. The government is controlled by the common people. Freedom of choice is the basic core of democracy. Democracy does not believe in bullet, but it believes in ballot. Political parties are the vehicles of ideas in a democratic system. They are acting as a connecting link between the government and the governed. അതായത് ഡെമോക്രസി എന്ന് പറയുന്ന വേർഡ് ഡിറൈവ് ചെയ്ത് വന്നിരിക്കുന്നത് ഗ്രീക്ക് വേർഡായിട്ടുള്ള ഡെമോസ് ആൻഡ് ക്രാറ്റോസിൽ നിന്നാണ്. ഡെമോസ് എന്ന വേർഡിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഓൾ സിറ്റിസൺസ് ലിവിങ് വിത്തിൻ എ പെർട്ടിക്കുലർ സിറ്റി സ്റ്റേറ്റ്സ്. അതായത് എല്ലാ സിറ്റിസൺസും ലീവ് ചെയ്യുന്നത് പർട്ടിക്കുലർ സിറ്റി അല്ലെങ്കിൽ സ്റ്റേറ്റ്സിനെ ആണെങ്കിൽ അതിനെയാണ് ഡെമോസ് എന്ന് പറയുന്നത്. ക്രാറ്റോസ് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പവർ ഓർ റൂൾ എന്നാണ് അതിൻ്റെ മീനിങ്. പിന്നെ ഡെമോക്രസി എന്ന് പറയുന്നത് ഒരു ഭരണരീതിയാണ്, അതുപോലെ തന്നെ ഒരു ജീവിത രീതി കൂടിയാണെന്നാണ് അടുത്ത സെൻറ്റൻസിൽ പറയുന്നത്. നെക്സ്റ്റ്, ദ ഗവൺമെൻറ് ഈസ് കൺട്രോൾഡ് ബൈ ദി കോമൺ പീപ്പിൾ. ഗവൺമെൻറ്റിനെ കൺട്രോൾ ചെയ്യുന്നത് കോമൺ പീപ്പിളാണ്. അതുപോലെ തന്നെ ഫ്രീഡം ഓഫ് ചോയ്സ് ആണ് ഡെമോക്രസിയുടെ കോർ അല്ലെങ്കിൽ ബേസിക് കോർ എന്ന് പറയുന്നത്. ഡെമോക്രസി ഡസ് നോട്ട് ബിലീവ് ഇൻ ബുള്ളറ്റ്, അത് ബാലറ്റിലാണ് ബിലീവ് ചെയ്യുന്നത്. പൊളിറ്റിക്കൽ പാർട്ടീസിനെ കുറിച്ച് പറയുന്നുണ്ട്, ദേ ആർ വെഹിക്കിൾസ് ഓഫ് ഐഡിയാസ് ഇൻ എ ഡെമോക്രാറ്റിക് സിസ്റ്റം എന്നാണ് പറയുന്നത്. ഓൾസോ ദേ ആർ ആക്ടിങ് ആസ് എ കണക്റ്റിംഗ് ലിങ്ക് ബിറ്റ്വീൻ ഗവൺമെൻറ് ആൻഡ് ഗവർണർ എന്ന് കൂടി പറയുന്നുണ്ട്. അടുത്തതായിട്ട് ഡെമോക്രസിയുടെ ഒരു ഡെഫിനിഷനാണ് നോക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഡെഫിനിഷൻ തന്നെയാണ്. അക്കോർഡിംഗ് ടു അബ്രഹാം ലിങ്കൺ, ഡെമോക്രസി ഈസ് എ ഗവൺമെൻറ് ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ ആൻഡ് ഫോർ ദി പീപ്പിൾ. അപ്പോൾ ഡെമോക്രസിയുടെ ചാപ്റ്ററിൽ നിന്ന് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഇപ്പോൾ ഡെമോക്രസി റിലേറ്റഡ് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഡെഫിനിഷൻ എഴുതി കഴിഞ്ഞിട്ട് ബാക്കി ഡീറ്റെയിൽസ് എഴുതുന്നത് കുറച്ചുകൂടി നല്ലതായിരിക്കും. ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ഡെമോക്രസി. ഡെമോക്രസിയുടെ ബേസിക് പ്രിൻസിപ്പിൾസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഡെമോക്രസി അലോസ് ഓൾ ഇൻഡിവിജ്വൽസ് ദ റൈറ്റ് ടു സ്പീക്ക്, ക്രിട്ടിസൈസ് ആൻഡ് ഡിസഗ്രി വിത്ത് അതേഴ്സ്. ഒന്നാമത്തേത് നമുക്ക് എല്ലാവർക്കും അറിയാം, സംസാരിക്കാനും ക്രിട്ടിസൈസ് ചെയ്യാനും ഡിസഗ്രി ചെയ്യാനും ഒക്കെ ഉള്ള നമ്മുടെ അവകാശത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത്.
ഇറ്റ് അലോസ് plurality of ideas and of ideologies and stands firmly on the principles of tolerance. അതാണ് രണ്ടാമത്തെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. മൂന്നാമത്തേന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബിൽഡ് ഓൺ ദി ഫൗണ്ടേഷൻസ് ഓഫ് ലിബർട്ടി ആൻഡ് ഇക്വാലിറ്റി. അതിനുശേഷം പറയുന്നത് ഇറ്റ് ഈസ് എ ഫോം ഓഫ് ഗവൺമെൻറ് ഇൻ വിച്ച് സോവർണിറ്റി ഈസ് വെസ്റ്റഡ് ഇൻ ദി പീപ്പിൾ. അടുത്തത് പറയുന്നത് ഗവൺമെൻറ് function strictly according to the principles of constitution which has been accepted by the people. അടുത്തെന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഗവൺമെൻറ് എയിമിങ് അറ്റ് ദ വെൽഫെയർ ഓഫ് ഓൾ. ഇതെല്ലാമാണ് ഡെമോക്രസിയുടെ ബേസിക് പ്രിൻസിപ്പിൾസ് പറയുന്നത്. അതായത് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത് ഫൗണ്ടേഷൻസ് ഓഫ് ലിബർട്ടിയുടെയും ഇക്വാലിറ്റിയും വെച്ചിട്ടാണ് ഇത് ബിൽഡ് ചെയ്ത് വന്നിരിക്കുന്നത്. ഇനി അടുത്തതിൽ അതന്നെ പറയുന്നുണ്ട് ഗവൺമെൻറ് ഫങ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രിക്ട്ലി അക്കോർഡിംഗ് ടു പ്രിൻസിപ്പിൾസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ വെച്ചിട്ടാണ്. അതെല്ലാ പീപ്പിൾസും അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷനാണ്. അതുപോലെ തന്നെ പിന്നെ ഗവൺമെൻറ്റിൻ്റെ എയിം എന്ന് പറയുന്നത് വെൽഫെയർ ആണ്, എല്ലാവരുടെയും വെൽഫെയർ കൂടിയാണ്. ഇതൊക്കെയാണ് ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ഡെമോക്രസി എന്ന് പറയുന്നത്. ഇത് ജസ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും കേട്ടോ. ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് 2 മേജർ കൈൻഡ്സ് ഓഫ് ഡെമോക്രസി ആണ്. The form of democracy is determined by the nature of relationship between the immediate sovereign and ultimate sovereign. When they coincide, democracy is direct. When they differ, democracy is indirect or representative. അപ്പോൾ 2 types of democracy ആണുള്ളത്, ഡയറക്റ്റ് ഡെമോക്രസി ആൻഡ് ഇൻഡയറക്റ്റ് ഡെമോക്രസി. ഇനി ഡയറക്റ്റ് ഡെമോക്രസി എന്താണെന്ന് നോക്കാൻ പോകുന്നത്. ഇൻ ഡയറക്റ്റ് ഡെമോക്രസി ദ സിറ്റിസൺസ് ആർ ദ റിയൽ മേക്കേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ് പോളിസി ആൻഡ് program of action. The will of the state is directly formulated by them and not by their elected representatives. ഡയറക്റ്റ് ഡെമോക്രസിയിൽ സിറ്റിസൺസ് ആണ് ഓരോ നയങ്ങൾ മേക്ക് ചെയ്യുന്നതും അതുപോലെ തന്നെ അത് പ്രോഗ്രാം ചെയ്യുന്നതും ഒക്കെ സിറ്റിസൺസ് ആണ്. ദ വിൽ ഓഫ് ദ സ്റ്റേറ്റ് ഈസ് ഡയറക്ട്ലി ഫോർമുലേറ്റഡ് ബൈ ദം. അതായത് എല്ലാ കാര്യങ്ങളും സ്റ്റേറ്റിന് വേണ്ട കാര്യങ്ങളെല്ലാം ഫോർമുലേറ്റ് ചെയ്യുന്നത് സിറ്റിസൺസ് തന്നെയാണ്, അല്ലാതെ ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ് അല്ല. അതാണ് ഡയറക്റ്റ് ഡെമോക്രസി എന്ന് പറയുന്നത്, അതായത് പ്രത്യക്ഷ ജനാധിപത്യം എന്ന് പറയുന്നത്. ഇറ്റ് പോസ്റ്റുലേറ്റ് സ്മോൾ സ്റ്റേറ്റ്സ് വിത്ത് സ്മോൾ പോപ്പുലേഷൻസ്. സം ഡയറക്റ്റ് ഡെമോക്രാറ്റിക് ഡിവൈസസ് സച്ച് എസ് റെഫറൻഡം ആൻഡ് ഇനീഷ്യേറ്റീവ്സ് ആർ ഇൻ ഓപ്പറേഷൻസ് ടുഡേ ഇൻ സ്വിറ്റ്സർലൻഡ് ആൻഡ് ഇൻ എ ഫ്യൂ സ്റ്റേറ്റ്സ് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. In these states, representative democracy prevails, but its evils are sought to be removed through these direct democratic checks. ചെറിയ രാജ്യങ്ങളിലും അതുപോലെ തന്നെ ജനസംഖ്യയൊക്കെ കുറവുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെയാണ് ഡയറക്റ്റ് ഡെമോക്രസി എപ്പോഴും പോസിബിൾ ആവുകയുള്ളൂ. അതുപോലെ തന്നെ ഡയറക്റ്റ് ഡെമോക്രാറ്റിക് ഡിവൈസസ് ആയിട്ടുള്ള റെഫറൻഡവും അതുപോലെ തന്നെ ഇനീഷ്യേറ്റീവും ഒക്കെ ഇപ്പോഴും സ്വിറ്റ്സർലൻഡിലും USA ചെറിയ സ്റ്റേറ്റ്സുകളിലൊക്കെ നടക്കുന്നുണ്ട്. അതായത് അത് ഓപ്പറേറ്റ് ചെയ്ത് വരുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഡെമോക്രസിയാണ് പ്രിവൈൽ ചെയ്യുന്നതും, അതായത് റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി തന്നെയാണ് അവിടെ ഉള്ളത്. പക്ഷെ അവിടെ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അവിടുത്തെ സിറ്റിസൺസിന് അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഡയറക്റ്റ് ഡെമോക്രാറ്റിക് ഡിവൈസസ് വെച്ചിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളൊരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു ഡെമോക്രസി, അതിൻ്റെ ഹിസ്റ്ററി, അതുപോലെ തന്നെ ഡെമോക്രസിയുടെ ഡെഫിനിഷൻ കാര്യങ്ങളും ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ഡെമോക്രസി, അതുപോലെ തന്നെ 2 മേജർ കൈൻഡ്സ് ഓഫ് ഡെമോക്രസിയിൽ ഡയറക്റ്റ് ഡെമോക്രസി എന്താണെന്ന് കൂടി നമ്മൾ ഇന്ന് പറഞ്ഞു. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡയറക്റ്റ് ഡെമോക്രാറ്റിക് ഡിവൈസസ് ഒക്കെ എന്താണെന്ന്